സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി ശക്തമായ മഴ പെയ്തു. അട്ടക്കുളങ്ങര അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇപ്പോൾ വിനോദ് ചേരുന്നു തത്സമയം. വിനോദ്, ഈ മഴ, വേനൽ മഴ കടുത്തപ്പോൾ ഏറ്റവും അധികം ബാധിച്ച ഒരു ജില്ല തിരുവനന്തപുരമാണ്. വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ശക്തമായ മഴ പെയ്തിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? അശ്വതി, സാധാരണ നിലയിൽ ഇങ്ങനെ മഴ ശക്തമായി തുടരുമ്പോൾ നഗരത്തിലെ തോടുകൾ, ആമഴഞ്ചൻ തോടും കണ്ണമ്പൂലത്തോടും പാർവതിപുത്തനാറും ഒക്കെയും കരകവിയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ ആ തോടുകളെല്ലാം കൃത്യമായി ശുചീകരിച്ചതുകൊണ്ട് നല്ല വെള്ളമൊഴുക്കുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴുകിപ്പോകുന്ന നിലയുണ്ട്. പക്ഷേ ഇപ്പോൾ നഗരവാസികൾക്ക് തലവേദനയായിരിക്കുന്നത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അനിശ്ചിതകാലമായി ഇഴഞ്ഞു നീളുന്നതാണ്. നേരത്തെ തന്നെ ഈ നഗരത്തിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേയർ ഉൾപ്പെടെ ഉറപ്പു നൽകിയതാണ്. ഏപ്രിൽ കഴിയില്ല, അതിനു മുൻപ് തന്നെ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കും. മെയ് മാസത്തിലേക്ക് കടന്നു. ഇപ്പോൾ ജൂണിലേക്ക് സ്കൂൾ തുറക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പോലും പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ദുരിതമായി മാറിയിരിക്കുന്നത്. പല റോഡുകളും വെട്ടിപ്പൊളിച്ച അവസ്ഥയിലാണ്. അട്ടക്കുളങ്ങരയാകട്ടെ, അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചൂരേക്ക് പോകുന്ന റോഡാകട്ടെ, തൈക്കാട് ആശുപത്രിക്ക് മുന്നിലുള്ള റോഡാകട്ടെ, അങ്ങനെ പല റോഡുകളും 6 മാസത്തിലധികമായി പ്രവൃത്തികൾ നീണ്ടുപോകുന്നത് കാരണം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് കടകളിലേക്കും മറ്റുമൊന്നും ആളുകൾക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. തലസ്ഥാനത്ത് അതാണ് പൊതുവിലുള്ള ഒരു സ്ഥിതി. ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ മഴ അനുഭവപ്പെടും എന്ന കാര്യമാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പെയ്യുന്ന വേനൽ മഴ അത് കാലവർഷം ഇതിന്റെ തുടർച്ചയായി തന്നെ എത്തും. അതായത് ഒരുപക്ഷെ ഇടവേളയില്ലാതെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആൻഡമാനിൽ നിന്നുള്ള ഈ മഴമേഘങ്ങൾ നേരത്തെ തന്നെ കാലവർഷത്തിന് അനുകൂലമായ രീതിയിൽ തെക്കേ ഇന്ത്യ ലക്ഷ്യമാക്കിയുള്ള അതിന്റെ ഒരു സഞ്ചാരമുണ്ട്. അതിനിടയിലാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കൂടി രൂപം കൊള്ളുന്നത്. കടലിൽ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും തിരമാലയും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് പൊന്മുടി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ അടച്ചിരുന്നു. അവിടങ്ങളിലേക്ക് പോകുന്നതിനും ആളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ പോലുള്ള മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പോലീസും അഗ്നിശമന സേനയും കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് സജ്ജമാണ്. ആവശ്യമെങ്കിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി തന്നെയാണ് സേനാ വിഭാഗങ്ങൾ നിലകൊള്ളുന്നത്. മഴ അടുത്ത ദിവസവും തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പായുള്ളത്. അവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത് വേനൽ മഴ എന്ന നിലയ്ക്ക് തുടങ്ങിയത് ഇടവേളയില്ലാതെ കാലവർഷത്തിലേക്ക് പോകുമോ എന്നതാണ്. എങ്കിൽ കേരളത്തിൽ ശക്തമായ മഴ തന്നെ ഈ സീസണിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അശ്വതി. ശരി, വിനോദ്